അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ നിഷിത കണ്ണൻ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. അതുകൊണ്ട് ഇന്നും മഴക്കൊരു കുറവുമില്ല. രാവിലെയെല്ലാം നല്ലോണം എടുത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തോടെല്ലാം നല്ല നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ട്. പിന്നെ രാവിലെ തന്നെ കഴിക്കാനാക്കിയത് ദോശയാണ്. അത് ചിള്ളിപ്പറിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അതിനാണെങ്കിൽ ചോറോ അല്ലെങ്കിൽ വെള്ളമോ എന്തോ ഒന്ന് അധികമായിട്ട് അത് ചിള്ളിയിട്ടും പറിച്ചിട്ടും കിട്ടുന്നേ ഉണ്ടായിട്ടില്ല. പിന്നെ ഭൂമിയോളം ക്ഷമിക്കണം എന്നാണല്ലോ. അതുകൊണ്ട് ക്ഷമയെല്ലാം പരീക്ഷിച്ച് മെല്ലെ മെല്ലെ അത് ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എത്തി നോക്കുന്നത് വേറൊന്നുമല്ല, നല്ലൊരു കാറ്റ് വീശീനിപ്പോൾ. പിന്നെന്താണെന്ന് വെച്ചാൽ കറണ്ട് കാറ്റിൻ്റെ കൂടെയോ പോകണ്ടേ അല്ലെങ്കിൽ മഴേൻ്റെ കൂടെയോ പോകണ്ടേന്ന് വിചാരിച്ചിട്ട് കറണ്ട് നിൽക്കുന്നുണ്ട്. അതിലിടയ്ക്ക് ഈ ദോശയും ചുട്ടിട്ടൊന്ന് നിർത്തി പോകണം, അടുക്കളയിൽ നിന്നൊന്നും ഒഴിവായി കിട്ടണം. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഒരു വക അതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ചുട്ട് തീരുന്നത് വരെയും കറണ്ട് പോയിട്ടില്ല കേട്ടോ. അതൊരു സമാധാനമായിരുന്നു. എന്നിട്ട് പിന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് മെല്ലന അലക്കേണ്ട പരിപാടിയിലേക്ക് പോയി. ആ ഒരു ഗ്യാപ്പിൽ മഴ നിന്ന ഗ്യാപ്പ് നോക്കിയിട്ട് അലക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അലക്കാൻ വേണ്ടിയിട്ടെല്ലാം വാരിക്കെട്ടി പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനമെല്ലാം അവിടെ വീണും പോന്ന്. ഈ വീഡിയോ പിടിക്കുമ്പോൾ ഓരോരോ എന്നാ പറയണ്ടേ, വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ഓരോന്നിനും ഓരോരോ കളിയെന്ന് പറയില്ലേ, അതുപോലെ. എന്നിട്ട് പിന്നെ അലക്കുന്ന സമയത്താണ് നമ്മളെ അടുത്ത വീട്ടിലെ ജാനമ്മ വന്നിനെ. മോൾ എണീറ്റിട്ടാണ് ഉണ്ടായിന്. അന്നേരം ഓളി എടുത്തിട്ട് ഇങ്ങനെ ഓറ് ഇരുന്നാൽ കുറേ സമയം എനിക്ക് അങ്ങനെ ഒരു ഉപകാരമാണ്. ഓറ് വന്നിട്ട് എപ്പോഴും കുട്ടീനെ അങ്ങനെ നോക്കലെല്ലാം ഉണ്ട്. ആളില്ലാത്ത സമയം അമ്മമ്മ വന്നാൽ വലിയൊരു ആശ്വാസം തന്നെയാണ്. ഓറ് കുഞ്ഞിനെ എടുത്തിരിക്കുന്നതാണ് നിങ്ങളിപ്പം കാണുന്നത് കേട്ടോ. പിന്നെ ഓളാണെങ്കിൽ നല്ല കളിയാണ്. പിന്നെ കുറേ നേരം അങ്ങനെയെല്ലാം ഇരുന്ന് അമ്മമ്മ പിന്നെ ഇന്ന് കെട്ടിയവനും ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് അമ്മമ്മ വേഗം പോയിന്. ഇല്ലെങ്കിൽ അമ്മമ്മ കുറേ നേരം ഇരിക്കലുണ്ട്. പിന്നെ ഞാനിങ്ങനെ എടുത്തിങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ അതാ എൻ്റെ വലിയ ആളാണ് കുപ്പായവും പിടിച്ച് നടക്കുന്നത്. എൻ്റെ നൈറ്റി പിടിച്ചിട്ട് വാൽ തൂങ്ങി നടക്കുന്നുണ്ട്. ഓളിപ്പാടുന്നൊരു സാധനത്തിനെ കാണുന്നുണ്ട്. ഓന്തിനെ കണ്ടിട്ടാണ് ഓളി വിളിച്ച് കൊണ്ടുപോയിട്ട് കാണിക്കുന്നത്. ഓന്ത് മുട്ടയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ക്യാമറാമാനോട് ഞാൻ പറഞ്ഞു വേഗം വന്നിട്ട് അതൊന്ന് സൂം ചെയ്തിട്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. എത്രത്തോളം അത് വിസിബിൾ ആവുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും കുറച്ചെല്ലാം തിരിയുന്നില്ലേ. ഓന്ത് മുട്ടയിട്ടിട്ട് കിടക്കുന്നതാണ് കേട്ടോ അത്. പിന്നെ നല്ല മഴയായതുകൊണ്ട് ഈ ഒരു സമയത്തെല്ലാം കുറച്ചൊരു തെളിവ് വന്നേരമാണ് മുറ്റത്തൂട്ടിയെല്ലാം നടന്നിന്. പിന്നെ കുഞ്ഞുമോക്ക് ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുമെല്ലാം വേണ്ടേ. പിന്നെ ഞാൻ ഓളെ ഉറക്കാൻ പോയിട്ട് വരുമ്പോൾ അച്ഛനും മോളും കൂടി ഈടെ ഇരുന്നിട്ട് എന്തെല്ലോ പണി. മൂപ്പർ ഈടെ ഇരുന്നിട്ടും കിടന്നിട്ടെല്ലാം വണ്ടീനെ കുളിപ്പിച്ചെടുക്കുന്നുണ്ട്. മറ്റുള്ള സർവീസ് ചെയ്യാനും പറഞ്ഞ് കൊണ്ടുപോക്കുന്നുണ്ട്. ഇന്നെന്നാണെന്നോ കൊണ്ടുപോകാൻ ഈടുന്ന് തന്നെ കുളിപ്പിക്കുന്നുണ്ട്. മോളാണെങ്കിൽ ആടെ ഇരുന്നിട്ട് എന്തെല്ലോ വായിക്കുമല്ലാന്ന് ചെയ്യുന്നത്. ഏതോ കഴിഞ്ഞ കൊല്ലത്തെ ബുക്ക് എടുത്തുകൊണ്ടുവന്നിട്ടാണ് പഠനം. അച്ഛനോട് എന്തെല്ലോ സംശയം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ നടുക്ക് ഓള് തിരുത്തി കൊടുക്കുന്നുണ്ട്, അച്ഛൻ തിരുത്തി കൊടുക്കുന്നുണ്ട്. അവരെന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും നിന്ന്. പിന്നെ ഇനി ഓക്കൊന്ന് കണ്ടാൽ പിന്നെ പോയിട്ട് എത്തി നോക്കിക്കൊണ്ട് നിൽക്കണം. ഇനി അതിനെ മുട്ട വിരിയാനൊന്നും ഓള് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. പിന്നോളം അച്ഛൻ്റെ കലമ്പെല്ലാം കിട്ടിയിട്ട് മെല്ലനെ എൻ്റെ അടുത്ത് വന്ന് ആടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബായ്.